നല്ല ഉള്ളടക്കത്തോടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുമെങ്കിൽ അത്തരം സിനിമകൾ വിജയിക്കുമെന്നും വ്യവസായത്തിന് ഗുണം ലഭിക്കുമെന്നും നടൻ കുഞ്ചാക്കോ ബോബൻ കൊച്ചിയിൽ പുതിയ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പ്രചാരണത്തിനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ. എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനൊരു എക്സൈറ്റ്മെന്റും കൂടെ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ സമയങ്ങളാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറൻ്റ് ആയിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം. നല്ല സിനിമകളെ ഉചിതമായ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ മികച്ച വിജയങ്ങൾ മലയാള സിനിമാ മേഖലയിൽ കൊയ്തെടുക്കാൻ കഴിയുമെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. എത്ര നല്ല സിനിമയാണെങ്കിലും ഒരു മഴ പോലും കളക്ഷനെ ബാധിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളെ മറികടക്കാൻ കഴിയുന്ന മാർക്കറ്റിംഗും കൂട്ടായ പ്രവർത്തനങ്ങളും ഉണ്ടാകണമെന്നും കുഞ്ചാക്കോ ബോബൻ കൂട്ടിച്ചേർത്തു. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത റിലീസ് ചെയ്തിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്കും അതിലെ പ്രധാന കഥാപാത്രമായ താൻ കൈകാര്യം ചെയ്ത പോലീസ് വേഷത്തിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയുള്ള അപ്രീസിയേഷനാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ്, ഗ്രീൻ റൂം പ്രൊഡക്ഷൻ എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട്, സിബി ചാവറ, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഷാഫി കബീറാണ് സംവിധായകൻ. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിനെത്തിച്ചിരിക്കുന്നത്. നായാട്ടിനു ശേഷം കുഞ്ചാക്കോ ബോബൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തിയിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിസാഹസികമായ സ്റ്റണ്ട് രംഗങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ചിത്രത്തിലെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും പങ്കെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.